അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? നമുക്കും സുഖം തന്നെ, ഒരൊറ്റ പത്തിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കണം എന്തറിയോ, ഇന്നലെ ഞാൻ ലൈവ് ഇരുന്നപ്പോൾ എൻ്റെ ലൈവിൽ അങ്ങനെയൊന്നും വരാറില്ല. കാരണം അങ്ങനെ ഒരു ബാഡ് കമൻറ്റ് ഒരുപാടൊന്നും വരാറില്ല. അപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അത് എന്താ അറിയില്ല, അത് ഫേക്ക് ഐ ഡികളാണ്, നല്ല ഒറിജിനലല്ല, ഫേക്ക് ഐ ഡി എന്നാണ് ഈ വരുന്നത്. അപ്പോൾ അതിൽ ഇന്നലെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനും എൻ്റെ കുട്ടികളും കൂടിയിട്ട് ഇടിമിന്നലേറ്റ് 3 മക്കൾ മരിച്ചല്ല, അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും അത് വിഷമമാണ്. അപ്പോൾ ആ വിഷമത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ഇരുകാലി ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇരുകാലി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ മരിച്ചത് 4 മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു. അപ്പം തന്നെ മുസ്ലിം അല്ലേ എന്നുള്ള ചോദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് അവൻ ആരാണ് എന്താണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ഇരുകാലി കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇതിനു മുമ്പേ ഒരുപാട് മനുഷ്യന്മാർ പല സ്ഥലങ്ങളിൽ വെച്ച് പല വിധത്തിൽ മരിച്ചിട്ടുണ്ട്. ബസ് മറിഞ്ഞിട്ടാവട്ടെ, ട്രെയിൻ കത്തിയിട്ടാവട്ടെ, പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടാവട്ടെ. അപ്പോൾ ഈ അടുത്ത കാലത്തും കൊണ്ട് തൃശ്ശൂർ പൂരത്തിനുള്ള ഇത് ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ, അത് ക്ലിയർ ആക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടിത്തെറിച്ചിട്ട് മനുഷ്യനാണ്. അത് ജാതിയോ മതമോ പാർട്ടിയോ വർഗമോ അതൊന്നും നോക്കിയിട്ടാ, കളറോ കറുത്തവനോ വെളുത്തവനോ നോക്കിയിട്ടല്ല, മരിക്കുന്നവൻ ആരായിരുന്നാലും അത് മനുഷ്യനാണ് എന്നുള്ളതാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ ചിന്ത. ഒരാളും അതിൽ വന്നിട്ട് ഇത്തരം മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ഒരു സോഷ്യൽ മീഡിയയിലും വന്നിട്ട് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. കാരണം അത് മനുഷ്യനാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണത് പറയാത്തത്. പക്ഷേ ഇരുകാലിയെ നിന്നോട് പറയാനുള്ളത്, ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ ചുറ്റുപാടും അതേപോലെ നമ്മുടെ സമൂഹത്തിലും ജീവിക്കുന്നതിനെ മനുഷ്യനായി കാണാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത്. ഇരുകാലിയായ നീ വന്ന് എൻ്റെ ലൈവിൽ വന്നിട്ട് നിനക്ക് മാത്രമുള്ള മറുപടിയാണിത്. ഇരുകാലിയായ നീ എൻ്റെ ലൈവിൽ വന്നിട്ട് മുസ്ലിം അല്ലേ ആ മരിച്ചത് എന്ന് ചോദിക്കാൻ നീ ഒരു കാര്യം ആലോചിച്ചാൽ മാത്രം മതി. ഈ ഇടിമിന്നൽ എന്ന് പറയുന്നതും ഈ പ്രളയം എന്ന് പറയുന്നതും മുസ്ലിമിൻ്റെ വഴിയിലൂടെ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഴിയിലൂടെ മാത്രമല്ല വരുന്നത്. അവിടെ നമ്മൾക്ക് പല അനുഭവങ്ങളുണ്ട്. സുനാമി അതൊരനുഭവമാണ് നമുക്ക്. വലിയൊരു കുഴി വെട്ടിയിട്ട്, അതും ഇറ്റാച്ച് കൊണ്ടൊന്ന് കുഴി വെട്ടിയിട്ട് ഇറ്റാച്ച് കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നു. അതിൽ മുസ്ലിം ഉണ്ടായിരുന്നു, ഹിന്ദു ഉണ്ടായിരുന്നു, കറുത്തവനുണ്ടായിരുന്നു, വെളുത്തവനുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ മതക്കാരും ഒരേ കുഴിയിലേക്കാണ് പോയത്. അപ്പോൾ മനുഷ്യനായി കാണുക മനുഷ്യനെ, അല്ലാതെ 4 മക്കളും മരിച്ചത് മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മറുപടി നിനക്ക് പറയാനുണ്ട്. മരണം എന്ന് പറയുന്നത് മുസ്ലിംസിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ് മരണം. അത് ഏതെങ്കിലും വിധത്തിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ കാണുന്നതുമാണ്. നമ്മളൊക്കെ വാർത്ത നേരം പോലത്തെ, നീ എന്താ വിചാരിച്ച് എനിക്കിതൊന്നും അറിയാതെയാണ് ഞാനിത് പറയുന്നതെന്ന് വിചാരിച്ചോ? കാരണം ഞങ്ങളൊക്കെ നേരം വെളുത്ത വാർത്തകൾ കാണുന്നതാണ്. 24 മണിക്കൂറും ഈ സോഷ്യൽ മീഡിയ ഉണ്ടാവുന്നതിന് മുമ്പേ ഓരോ ന്യൂസും ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നിങ്ങളെ മാതിരി വർഗീയത പറയാനൊന്നും അറിയില്ലെങ്കിലും മനുഷ്യനായി കാണാനുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. നമ്മൾ അയലോക്കത്ത് മരിച്ചാലും, നമ്മളെ വാർഡിൽ മരിച്ചാലും, നമ്മളെ കേരളത്തിൽ മരിച്ചാലും, എവിടെ മരിച്ചാലും മരിച്ചത് മനുഷ്യനാണോ എന്ന് മാത്രമേ, അല്ലെങ്കിൽ അസുഖം പിടിച്ചത് മനുഷ്യനാണോ എന്ന് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ. അല്ലാതെ നിൻ്റെ മാതിരി വർഗീയത കുത്തി നിറച്ചിട്ടൊന്നും ഞങ്ങൾ പറയില്ല. ഒരു മനുഷ്യന്മാരും അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. നിനക്കൊക്കെ ഉള്ള കറക്റ്റായിട്ടുള്ള മറുപടി എൻ്റെയൊക്കെ സുഹരി ഉസ്താദ് പറയുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് വീഡിയോസിലോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചോ നിനക്ക് ഒന്ന് ചോദിച്ചു നോക്ക്, ശരിക്കുള്ള മറുപടി അറിയാം. കാരണം അത്രയൊന്നും അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ മുസ്ലിംസ് മരിച്ചാലും ക്രിസ്ത്യൻസ് മരിച്ചാലും ഇതര സമുദായത്തിൽപ്പെട്ടവർ മരിച്ചാലും ആര് എങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും അത് മരണമായി കാണാനുള്ള മനസ്സാക്ഷി വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ നമ്മൾക്കും ഇങ്ങനൊരു അപകടം ഉണ്ടായിക്കൂടാ, ഇങ്ങനൊരു പ്രളയം വന്നുകൂടാ, ഇങ്ങനൊരു സുനാമി ഇനിയും വന്നുകൂടാ എന്നൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ രക്തത്തിളപ്പിൻ്റെ അതിലൊന്ന് ചാടിക്കളിക്കല്ലേ ഇരുകാലിയെ. അതുകൊണ്ട് അത് ചിന്തിക്കുക. നിനക്ക് മാത്രം വേണ്ടിയിട്ടുള്ള മറുപടിയാണിത്, വേറെ ആർക്കും അല്ല, നിനക്ക് മാത്രം.
കാരണം 18 വയസ്സിൻ്റെ ഉള്ളിൽ 20 വയസ്സിൻ്റെ ഉള്ളിലുള്ള 18 വയസ്സിന് മേലെ 20 വയസ്സിനുള്ള മക്കൾ മരിച്ചു പോയപ്പോൾ എല്ലാവർക്കും മനസാക്ഷി മരവിക്കാത്ത എല്ലാ മനുഷ്യന്മാർക്കും ഈ മരണമെന്നല്ല ഓരോ മരണം ഉണ്ടാകുമ്പോഴും അവർക്ക് അവരെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അതേപോലെ എനിക്കുണ്ടൊരു വേദന. എൻ്റെ മക്കളെ, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളെ അന്നത്തെ ഞങ്ങളെ ലൈവിലും ഞങ്ങളെ പ്രാർത്ഥനയിലും എല്ലാം അവരുണ്ടായിട്ടുണ്ട്. എവിടെ എന്ത് അപകടം നടന്നാലും എന്നും ആ പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യും. അത് നിന്നെപ്പോലത്തെ ഇരുകാലികളെ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നിനക്കുള്ള മറുപടിയാണിത്. നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ട് സന്തോഷിക്കുക ഇരുകാലിയെ. അപ്പോൾ മരണം എല്ലാവർക്കും ഉണ്ട്, പലവർക്കും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ചിന്തിക്കുക. ഇനി വന്ന് ഇങ്ങനത്തെ കമൻ്റ് ഇടുമ്പോൾ ഇതിന് മറുപടി ആയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത്, അത് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ട് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ മറ്റുള്ള മുത്തുമണികൾക്കൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിൻ്റെ കാലിപ്പ് നിൽക്കാനായിട്ട് പറഞ്ഞതാണ്.